ഓഹരി വിപണിയിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് 2008 V-Guardന്റെ വാങ്ങിയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം 2025 അദ്ദേഹത്തിന്റെ ആസ്തി ഏകദേശം 50 ലക്ഷം രൂപയുടെ അടുത്താണ്. ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്നല്ലേ, അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതിനകത്ത് നടക്കുന്ന കോമ്പൗണ്ടിങ്, ഈ കോമ്പൗണ്ടിങ് ആണ് നമ്മൾക്കിപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും സ്റ്റോക്കിലാണെങ്കിലും ഒക്കെ ലോങ് ടേമിലായിട്ട്, ഇതിപ്പോൾ വലിയ ലോങ് ടേം എന്ന് നമുക്ക് പറയുമ്പോൾ ഏകദേശം 17 വർഷമാണ് 2008 ശേഷം 2025 ആകുമ്പോൾ ആവുന്നത്. ആ സമയത്തിനുള്ളിലാണ് 1 ലക്ഷം രൂപ അതിന്റെ 50 ഇരട്ടിയായിട്ടുള്ള 50 ലക്ഷം രൂപയായിട്ട് മാറിയത്. ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണ്? നമ്മളൊരു ഫണ്ടമെന്റലി നല്ല ക്വാളിറ്റിയുള്ള നമ്മൾ പഠിച്ച ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കമ്പനി വളരുന്നതോടൊപ്പം തന്നെ നമ്മളുടെ പണവും വളരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു കമ്പനിയുടെ വൺ ഓഫ് ദ പാർട്ട്ണറാണ് നമ്മൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളുടെ കയ്യിൽ 1 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 1212 സ്റ്റോക്കോളമാണ് അന്ന് 2008 V-Guardൽ ഒരാൾക്ക് ലഭിക്കുന്നത്. IPO അത് 2008 ഇതിന്റെ വില ഉണ്ടായിരുന്നത് 82 രൂപയാണ്. ഇപ്പോൾ അതിന്റെ വില വരുന്നത് 300ന്റെ മുകളിലാണ്. പിന്നെ അത് ഇപ്പോൾ വന്ന് എത്രയാണ് അതിന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് ചോദിക്കുമ്പോൾ 50 ലക്ഷം രൂപ. അതെങ്ങനെ സംഭവിക്കുന്നു? ഇപ്പോൾ V-Guardന്റെ വില 300 സംതിങ് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1112 സ്റ്റോക്ക് ഇൻറ്റു 312 കൂട്ടുമ്പോൾ നമ്മൾ ഈ പറയുന്ന 50 ലക്ഷം വരുന്നില്ല. അപ്പൊ അതെന്താണ് ആ കണക്കിലെ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഓരോ കമ്പനികളും അവരുടെ സ്റ്റോക്കിന്റെ മൂല്യം ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ അതിനെ അവർ സ്പ്ലിറ്റ് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പൊ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാത്തൊരു കമ്പനിയാണ് MRF. അതുകൊണ്ടാണ് MRFന് 1 ലക്ഷം രൂപയുടെ അടുത്തൊരു സ്റ്റോക്കിന് വിലയായിട്ട് നിൽക്കുന്നത്. അത് അവരെ ഇതുവരെയും സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കമ്പനികൾ ആളുകൾക്ക് വാങ്ങാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കൂടി വരുമ്പോൾ ആ സമയത്ത് ആ സ്റ്റോക്കിന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഒരു സ്റ്റോക്ക് ഉള്ള വ്യക്തി സൂക്ഷിച്ചിരിക്കുന്ന വ്യക്തിക്ക് 1:2, 1:3 അങ്ങനെയൊക്കെ അവരത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നിരവധി തവണ V-Guard സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം കമ്പനി ഈ ഓഹരി നിക്ഷേപം നടത്തിയിരിക്കുന്ന ആളുകൾക്കായിട്ട് ബോണസ് ആയിട്ട് കുറച്ച് ഓഹരികൾ കൊടുക്കും. അപ്പൊ അത് ഇതിന്റെ കൂടെ ആഡ് ആയിട്ട് വരും. ഇതിന് പുറമെ നമുക്ക് ഡിവിഡൻഡ് കമ്പനികളിൽ നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ക്ഷമാപൂർവ്വം ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം കാത്തിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും നല്ല ഒരു മാർഗം. അതിന് ഒരു കമ്പനി IPO ഇടുന്ന ആ സമയത്ത് തന്നെ അത് വാങ്ങി സൂക്ഷിക്കണം അങ്ങനെയൊന്നുമില്ല. ഈ കമ്പനികളിൽ നിക്ഷേപിച്ചതിന് ശേഷം അത് നമ്മളുടെയും കൂടി കമ്പനിയാണ്, അതിൽ എനിക്കൊരു പങ്കാളിത്തമുണ്ട്, ഞാൻ ആ കമ്പനിയുടെ വൺ ഓഫ് ദ ഓണർ ആണെന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഗ്രോത്ത് ഉണ്ടായ ചരിത്രമാണ് നല്ല നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ കണ്ടിട്ടുള്ളത്. അതുപോലെ കിട്ടിയിട്ടുള്ള ഇൻഫോസിസ് ആയാലും HDFC ബാങ്ക് ആയാലും അങ്ങനെ V-Guard ആയാലും ഒക്കെ ഇപ്പോൾ നിലവിൽ റൺ ചെയ്യുന്നതിൽ കല്യാൺ ജ്വല്ലേഴ്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ ഇതുപോലെ പെർഫോം ചെയ്തിട്ട് വരുന്ന ഒരു സ്റ്റോക്ക് ആയിട്ടാണ് കാണുന്നത്. ഇത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും കാണരുത്, ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കോമ്പൗണ്ടിങ്ങിന്റെ മാജിക്, അതിന്റെ ഒരു മാസ്മരികത അത് സമയമെടുത്ത് മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. വാരൻ ബഫറ്റ് അദ്ദേഹത്തിന്റെ ദീർഘകാല ഇൻവെസ്റ്റ്മെന്റിന്റെ ഏറ്റവും കുലപതിയായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ 9 സ്ത്രീകളെ പ്രഗ്നന്റ് ആക്കിയാൽ നിങ്ങൾക്ക് 1 മാസം കൊണ്ട് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ പറ്റില്ല. ടൈം എന്ന് പറയുന്നതിന്റെ ഒരു വാല്യൂ അത് വളരെ വലുതാണ്. അതിന്റെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സ്റ്റോക്ക് ആയാലും കുഞ്ഞായാലും വൃക്ഷമായാലും വളരാൻ സമയം കൊടുത്തേ പറ്റൂ. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി കൂടുതൽ താല്പര്യമുള്ള ആളുകൾ അക്യുമെൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡിന്റെ റിസർച്ച് ടീമുകളുടെ ഭാഗത്ത് നിന്ന് നല്ല ഫണ്ടമെന്റലി ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകൾ നമ്മൾക്ക് തിരഞ്ഞെടുക്കാനും, ഇത് പല സമയങ്ങളിലും മാർക്കറ്റിന്റെ വിഗതികളിൽ നമ്മൾക്ക് സ്റ്റോക്ക് നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോക്ക് ബോണസ് പോലെ വളരെ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം ഉണ്ടാകണമെങ്കിൽ നമ്മൾക്ക് ആവശ്യം ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആണ്. ഹായ്, ഐ എം നിസാബുദ്ദീൻ, ഓതറൈസ്ഡ് പേഴ്സൺ, അക്യുമെൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓഹരി വിപണിയിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 9846064795 എന്ന എൻ്റെ നമ്പറിൽ ദയവായി കോൺടാക്ട് ചെയ്യുക. ഓഹരി വിപണിയുടെ വാർത്തകളും ഓഹരി വിപണിയിലൂടെ ലോങ് ടേമിലൂടെ സമ്പത്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിനുമുള്ള അതിന്റെ എക്സ്പീരിയൻസുകൾ, ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള ചരിത്രങ്ങൾ, ഓഹരി വിപണിയെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ, വാർത്തകൾ അറിയാൻ പല തുള്ളി പെരുവെള്ളം എന്ന നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നിയമപരമായിട്ട് ലാഭനഷ്ട സാധ്യതകളുടെ ആ ഒരു മുന്നറിയിപ്പോടു കൂടി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ശുഭാപ്തി വിശ്വാസത്തോടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.